24 കണക്ട് എൻ്റെ കുടുംബം വയനാടിനൊപ്പം എന്ന പരിപാടിയുടെ ഭാഗമായുള്ള മെഗാ ബൈക്ക് റാലി ഇപ്പോൾ മീൻമുട്ടി ടൂറിസം കേന്ദ്രത്തിലാണ് എത്തിയിട്ടുള്ളത്. അതിജീവിക്കുന്ന വയനാടിന് കൈത്താങ്ങ്, കിതയ്ക്കുന്ന വിനോദസഞ്ചാര മേഖലയ്ക്ക് പുതുജീവൻ എന്നീ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ മെഗാ ബൈക്ക് റാലി ഇന്ന് സംഘടിപ്പിക്കുന്നത്. ഇന്ന് രാവിലെ നമ്മൾ മേപ്പാടിയിൽ നിന്നും 8 മണിക്ക് ആരംഭിച്ച മെഗാ റാലി വിവിധയിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയ ശേഷമാണ് മീൻമുട്ടി ടൂറിസം കേന്ദ്രത്തിൽ എത്തിയിട്ടുള്ളത്. ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ 6 മാസമായി ടൂറിസം കേന്ദ്രം അടഞ്ഞു കിടക്കുകയാണ്. അതിൻ്റെ ദുരിതം ഇവിടെ കുറേയധികം ആളുകൾ അനുഭവിക്കുന്നുണ്ട്. അവർ ആ ദുരിതം നമ്മളോടുകൂടി പങ്കുവയ്ക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇവിടുത്തെ ഈ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവിടുത്തെ വിനോദസഞ്ചാര മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ, അങ്ങനെ ഇവിടെയുള്ള നൂറുകണക്കിന് ആളുകളാണ് ഇവിടെ നമ്മുടെ കൂടെ അണിനിരക്കാനായി എത്തിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ചേട്ടൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ ടൂറിസം കേന്ദ്രം അടഞ്ഞു കിടക്കുകയാണ്, മാസങ്ങളായി അടഞ്ഞു കിടക്കുന്നു, എന്തൊക്കെ ബുദ്ധിമുട്ടാണ്? ഞാനൊരു ഓട്ടോ തൊഴിലാളിയാണ്. 6 മാസത്തോളമായി ഇവിടെ ഈ ടൂറിസം കേന്ദ്രങ്ങൾ അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഓട്ടോയ്ക്കൊന്നും പണിയില്ല. അതിനു മുമ്പ് 15 വർഷം ഞാൻ ഇതിൽ ഇക്കോ ടൂറിസം തൊഴിലാളിയായിരുന്നു. അത് ഇക്കോ ടൂറിസം അടഞ്ഞു കിടന്നപ്പോഴാണ് ഓട്ടോയായിട്ട് പോകാൻ തുടങ്ങിയത്. മൊത്തത്തിൽ ഇവിടെ എല്ലാ മേഖലയും ഭയങ്കര ദുരിതത്തിലാണ്. ആർക്കും ഒരു പണിയില്ല, എല്ലാ മേഖലയിലും സ്തംഭനാണ്. നിങ്ങൾക്കൊക്കെ സ്ത്രീകൾക്ക് ചെറിയ വരുമാനമാണെങ്കിൽ ഒരു ആശ്വാസമായിരുന്നല്ലോ, ഇപ്പം അത് കുറേ മാസങ്ങളായിട്ട് ഇല്ലാതായിരിക്കുന്നു. എന്താണ് ചേച്ചിക്ക് എന്താ പറയാനുള്ളത്? കഴിഞ്ഞ ഒരു 6 മാസമായിട്ട് ഈ ടൂറിസം കേന്ദ്രം ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഞങ്ങൾ ഇവിടെ ഈ ഒരു വരുമാനം കൊണ്ട് മാത്രമാണ് ഇവിടെയുള്ള ആളുകൾ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ 700-700 പരം കുടുംബങ്ങൾ ഈ ഒരു ഒറ്റ ഉപജീവനമാർഗ്ഗം, ഇവിടെ ഉപജീവനമാർഗ്ഗം ഇത് തന്നെയായിരുന്നു. അപ്പോൾ 6 മാസമായിട്ട് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഇവിടെയുള്ള ആളുകൾക്ക് തൊഴിലില്ല, കടക്കാർക്ക് കച്ചവടമില്ല. ഈ പ്രദേശത്തുള്ള ആളുകളുടെ ജീവിതം വളരെ ദുരിതപൂർണ്ണമാണ്. വീടുകളായിട്ട് നിങ്ങൾ എത്ര പേരാ ഉള്ളത്? ഞങ്ങൾ 46 പേരുണ്ട്. കച്ചവടക്കാർക്ക് എന്തായിട്ടാ ഇതുമായി ബന്ധപ്പെട്ട് പറയാം? കച്ചവടക്കാർക്ക് ഞങ്ങൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു 20ഓളം ചെറുകിട കച്ചവടക്കാരുണ്ട്. ഏകദേശം ഒരു 6-7 മാസമായിട്ട് ഈ കച്ചവടക്കാരെന്ന് പറയുമ്പോൾ ബാങ്കിൽ നിന്നും അതുപോലെ കുടുംബശ്രീ മുതലായ സംഘടനകളിൽ നിന്നും ലോൺ എടുത്തിട്ടാണ് കച്ചവടം തുടങ്ങിയിരിക്കുന്നത്. ഈ ഒരു 6-7 മാസമായിട്ട് ഇത് അടഞ്ഞു കിടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് അടവ് മുന്നോട്ട് കൊണ്ടുപോകാനോ ബാങ്ക് അടവ് പൂർത്തീകരിക്കാനോ പറ്റുന്നില്ല. ഓരോ ദൈനംദിന ജീവിതം തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചെറുകിട കച്ചവടക്കാരെല്ലാം വളരെ ബുദ്ധിമുട്ടിലാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഇത് തുറന്നു കിട്ടണം എന്നുള്ളൊരു ആവശ്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാനിവിടുത്തെ VSSൻ്റെ പ്രസിഡൻ്റാണ്, ഈ ടൂറിസ്റ്റ് കേന്ദ്രത്തിൻ്റെ പ്രസിഡൻ്റാണ്. ഇവിടെ 50ഓളം ജീവനക്കാരുണ്ട് തൊഴിൽ ചെയ്യുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന 50ഓളം ജീവനക്കാർ ഇവിടെ തന്നെയുണ്ട്. പിന്നെ കച്ചവടക്കാർ, അതുപോലെ പാർക്കിംഗ് ഗ്രൗണ്ട് കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. ഇപ്പോൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ഫെബ്രുവരി മാസം 17-ാം തീയതി മുതൽ സെൻറ്റർ വയനാട് ജില്ലയിലുള്ള 10ഓളം ഇക്കോ ടൂറിസം സെൻറ്ററുകൾ അടഞ്ഞു കിടക്കുകയാണ്. കാര്യം കുറുവയിലുണ്ടായ ഒരു ഇഷ്യൂസിൻ്റെ ഭാഗമായിട്ടാണ് ഇത് അടയ്ക്കാനുണ്ടായ സാഹചര്യം. പിന്നീട് കോടതി ഏറ്റെടുത്തു. ഇപ്പം നിലവിൽ കോടതിയുടെ വിധി കാത്താണ് ഇപ്പോൾ അങ്ങനെ കിടക്കുന്നത്. പക്ഷേ വയനാട് ജില്ലയിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇത് ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ നിഷ്പക്ഷമായിട്ട് പേഴ്സണലായിട്ട് പറഞ്ഞാൽ വയനാട് ജില്ലയെ ഒറ്റപ്പെടുത്തുക, ഇല്ലാതാക്കുക എന്നുള്ള ഹിഡൻ അജണ്ട ഇതിൻ്റെ പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നിരിക്കുന്നു. കാര്യം 2018 ഇതേപോലെ തന്നെ ഈ സെൻറ്ററുകളല്ല, ഇക്കോ ടൂറിസം സെൻറ്റർ വയനാട് ജില്ലയിലുള്ള കുറുവ, സൂചിപ്പാറ, ചെമ്പ്ര, മീൻമുട്ടി ഈ 4 സെൻറ്ററുകളും അടയ്ക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി സംരക്ഷണ സമിതിക്കാർ കോടതിയിൽ കേസ് ഫയൽ ചെയ്ത് 2.5 വർഷക്കാലം കേസ് നടത്തി ഇത് സെൻട്രൽ അടച്ചിട്ടിരുന്നു. 2.5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഈ സെൻറ്ററുകൾ തുറന്ന് പ്രവർത്തിച്ചത്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറുവാദ്വീപിലുണ്ടായ ഒരു ആന ചവിട്ടിയിട്ട് ജീവനക്കാരൻ മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓർഡർ വന്നിരുന്നു. അത് CCF ഓർഡർ ഇട്ടു തൽക്കാലം സെൻറ്റർ അടയ്ക്കാം. പിന്നീട് കോടതി അടുത്ത് അനിശ്ചിത കാലത്തേക്ക് ഇനി ഒരു ഉത്തരവുണ്ടാകുന്നവരെ ഈ സെൻറ്റർ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു ഉത്തരവ് വന്നതിൻ്റെ പേരിൽ ഈ സെൻറ്ററിൽ അടച്ചിട്ടിരിക്കുക. അപ്പോൾ വെച്ചാൽ ഒരു 275ഓളം ജീവനക്കാർ ഈ 10 സെൻട്രലുമായിട്ടുണ്ട്. അവരുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന കുടുംബങ്ങൾ, അതുപോലെ വഴിയോടെ കച്ചവടക്കാർ, അതുപോലെ ടൂർ ഓപ്പറേറ്റർമാർ, അങ്ങനെ ഒരുപാട് ആളുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ടാക്സി തൊഴിലാളികൾ, അനുബന്ധമായിട്ട് ആയിരക്കണക്കിന് ആളുകളെ പട്ടിണിയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. തീർച്ചയായും ടൂറിസം വകുപ്പാണ് ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നടത്തേണ്ടത്. ഇവിടുത്തെ ഹോം സ്റ്റേ ഉടമകൾക്ക്, നടത്തിപ്പുകാർക്ക് എന്താ പറയാനുള്ളത്? ബാണാസുര മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത് ഈ നാടിൻ്റെ ഒരു നട്ടെല്ലാണ്. ഇവിടുത്തെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് ഇതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾ ഹോം സ്റ്റേയിൽ, റിസോർട്ടുകൾക്കെല്ലാം വൈകുന്നേരങ്ങളാകുമ്പോൾ ഫുള്ളായി കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് അടഞ്ഞു കിടക്കുന്നത് കൊണ്ട് ഇതുവരെ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പം നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് തുറന്ന് കൊടുക്കണം. പിന്നെ പലരും ലോൺ എടുത്തിട്ടാണ് ഇത് ഹോം സ്റ്റേകളും റിസോർട്ടുകളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവർക്ക് ബാങ്കിൽ ജപ്തി നോട്ടീസ് അയക്കുന്നു. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ തരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുത്തെ നാട്ടുകാരുടെ ആവശ്യമാണ്. ഓട്ടോറിക്ഷക്കാർ, ഇവിടെ കുറേ കച്ചവടക്കാർ, ഗൈഡുമാർ എല്ലാവരുമുണ്ട്. അവർക്കൊക്കെ ഇതൊരു ജീവിത മാർഗ്ഗമാണ്. പറഞ്ഞ രീതി നാടിൻ്റെ നട്ടിൽ തന്നെയാണ് ഈ മീൻമുട്ടി വാട്ടർഫാൾസ് എന്ന് പറയുന്നത്.
അങ്ങനെ പല രീതിയിൽ ദുരിതം അനുഭവിക്കുന്ന നൂറുകണക്കിന് ആളുകളുടെ ദുരിതം അവരതാണ് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ടൂറിസം വകുപ്പിന്റെ ഒരു അടിയന്തര ഇടപെടലാണ് ഈ വിഷയത്തിൽ ആവശ്യമായുള്ളത്. കാരണം 6 മാസമൊക്കെ ഒരു ടൂറിസം കേന്ദ്രം അടഞ്ഞു കിടക്കുക എന്ന് പറയുന്നത് നൂറുകണക്കിന് കുടുംബങ്ങളെ അത് ബാധിക്കുന്ന ഒരു വിഷയമാണ്. ആ ദുരിത കാഴ്ചകൾ, ആ ദുരിതങ്ങളാണ് ഇവിടുത്തെ ഓരോ വിഭാഗത്തിലുള്ള ആളുകളും 24-ലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. എന്താണെങ്കിലും അതിജീവിക്കുന്ന വയനാടിനെ കൈത്താങ്ങാൻ സർക്കാരിന്റെ ഇടപെടൽ, ടൂറിസം വകുപ്പിന്റെ ഇടപെടൽ, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരികളുടെ ഇടപെടൽ ആവശ്യപ്പെടുകയാണ് ഈ മീൻമുട്ടി ടൂറിസം കേന്ദ്രവുമായി ബന്ധപ്പെട്ട ഇവിടുത്തെ ആളുകൾ. മീൻമുട്ടിയിൽ നിന്നും രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം രാഹുൽ സുരേഷ്, 24.